ഇന്ന് പുലർച്ചെയാണ് ഗസയിലെ 2 പലസ്തീനി വീടുകൾ ഇസ്രായേൽ സൈന്യം കയ്യേറിയത്. വീടുകൾക്ക് നേരെ ആക്രമണം നടത്തിയ ശേഷമാണ് സൈനികർ വീടുകൾ കയ്യേറിയത്. വൻ സൈനിക സംഘമാണ് വീടുകളിലെത്തിയത്. കവചിത വാഹനങ്ങൾക്ക് നേരെ കല്ലെറിഞ്ഞ് ചെറുക്കാൻ ശ്രമിച്ചെങ്കിലും ഫലം കണ്ടില്ല. ഇരച്ചെത്തിയ സൈനികർ 2 വീടുകളും ഇടിച്ചു നിരത്തി. 5 ദിവസത്തേക്ക് പ്രഖ്യാപിച്ച വെടിനിർത്തൽ സമയപരിധി ഇന്ന് അവസാനിക്കാനിരിക്കെയാണ് ഇസ്രായേൽ സൈന്യം വീണ്ടും ഗസയിൽ ആക്രമണം തുടങ്ങിയിരിക്കുന്നത്. ഗസയിൽ കൂടുതൽ സൈനികരെ ഇസ്രായേൽ വിന്യസിപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ യുദ്ധ ടാങ്കുകളും ഗസയിലെത്തി. വെടിനിർത്തൽ കാലയളവിൽ അന്താരാഷ്ട്ര തലത്തിൽ നടന്ന സമാധാന ശ്രമങ്ങളിൽ ഫലസ്തീന് മേൽക്കൈ നേടാനായത് ഇസ്രായേലിനെ ചൊടിപ്പിച്ചു. അതേ തുടർന്ന് ആക്രമണം ശക്തമാക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ഭീഷണി മുഴക്കുകയും ചെയ്തു. אם החמאס חושב שבאמצעות המשך טפטוף הירי הוא יגרום לנו לעשות ויתורים, הוא טועה. כל עוד לא ישוב השקט, החמאס ימשיך לספוג מכות קשות מאוד. വെടിനിർത്തൽ സമയം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ ഇസ്രായേൽ അക്രമങ്ങൾ ആരംഭിച്ചത് ആക്രമണം ശക്തമാക്കുന്നതിന്റെ സൂചനയായാണ് വിലയിരുത്തപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.